എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഞാൻ ഐസായി ഉറങ്ങി ഇപ്പം മെൽട്ടായി ഉറങ്ങി ഞാൻ പോകുന്നതാണ്. ഓൾറെഡി ചൂടത്ത് വരെ തണുപ്പാണ് മമ്മ നമുക്ക്, പിന്നെ തണുപ്പത്ത് പിന്നെ മോസ്റ്റ് തണുപ്പാണ്. യെസ് ഗായ്സ്, അപ്പം നമ്മളിപ്പോഴും നമ്മുടെ സ്വന്തം ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളേരി അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ വന്ന കാലം തന്നെ മറന്നുപോയി അല്ലേ? എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും രാവിലെ അമ്പലത്തിൽ വരുന്നത് കേട്ടോ. രാവിലെ ഐസ് പോലെ എഴുന്നേക്കാത്ത ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് അമ്പലത്തില് നമ്മുടെ SNDP യോഗം വനിതാ സംഘം ബത്തേരി യൂണിയന്റെ കീഴില് നമ്മുടെ ഹോമമന്ത്ര മഹായജ്ഞം നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ് നമ്മുടെ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളേജ് സന്നിധിയില് നടക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പൊ അവിടെ സ്റ്റേജ് ഒക്കെ ഇത് അവര് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ല? അപ്പൊ എല്ലാവരും അമ്പലത്തിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഹോമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ എന്തിനാ വന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ രാവിലെ തന്നെ നമ്മുടെ ഭജനയുണ്ട് അല്ലേ മമ്മ? നമ്മുടെ ഭജനയിലൂടെയാണ് നമ്മുടെ യജ്ഞം മഹായജ്ഞം തുടങ്ങാൻ വേണ്ടി പോകുന്നത് ഗായ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അമ്പലത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് ഭജനയൊക്കെ പാടാൻ പോകും. അപ്പൊ നമുക്ക് തുടർന്നുള്ള കാഴ്ചകള് കാണാം. അപ്പൊ നമ്മള് അയ്യോ എന്നെ മുടി നമ്മൾ ചട്ടു രാവിലെ എഴുന്നേക്കാത്ത ശീലങ്ങളൊക്കെ ശീലിച്ചു. അപ്പൊ നമ്മളെ യജ്ഞം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ചേച്ചിമാരെല്ലാരും, അമ്മമാരും ചേച്ചിമാരൊക്കെ രാവിലെ തന്നെ സാരിയൊക്കെ എടുത്ത് സുന്ദരിമാരായിട്ടത് എല്ലാരും വന്ന് യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ? രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് ഗൈസ് അവരൊക്കെ. രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യട്ടെ. എന്തായാലും യജ്ഞം നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അതെ, യജ്ഞം നടത്തുന്ന സ്ഥലമാണ്. മോസ്റ്റ് യജ്ഞമാണ് നടത്തുന്നത്. അടിപൊളി. ഇതാണ് നമ്മുടെ സ്റ്റേജിന്റെ ഭാഗമാണ് കേട്ടോ. അതല്ലേ നമ്മുടെ അമ്പലത്തിന്റെ സ്റ്റേജാണ് അവിടെ. അപ്പം എനിക്കറിയാം പൊങ്കാല പോലെയാണ് കഴിച്ചത് എനിക്ക് തോന്നുന്നത്. എടാ നമ്മള് കളരി നടത്തിയ സ്റ്റേജാണ് ഗൈസ്. ഇത് കണ്ടോ? ഇതിലാണ് നമ്മള് ഹോമം ചെയ്യുന്നത്. പിടിക്കും. അപ്പൊ നമ്മള് മീനിടാനായിരുന്നു നമ്മള് കളരി നടത്തിയ നമ്മുടെ കോളേജ് അമ്പലത്തിന്റെ കുഞ്ഞാച്ചി സൈനന്റെ ആവുന്നുണ്ട്. മാറ്റിയെടുത്ത കോളേജ് അമ്പലത്തിന്റെ സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത്? യജ്ഞം, അതുപോലെ അതിന്റെ ഉദ്ഘാടനം, അങ്ങനെയുള്ള പരിപാടി നമ്മുടെ ഭജന സ്റ്റേജിൽ വെച്ചിട്ടാണ് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കളി എടുക്കുന്ന സമയത്ത് സ്റ്റേജ് ചെയ്യാനല്ലോ കേട്ടോ. എപ്പോഴാ തലയിൽ ഇടിഞ്ഞു വീഴുന്നെന്ന് ഓർത്തിട്ടായിരുന്നു ഞങ്ങൾ കളി എടുത്തോണ്ടിരുന്നത്. അത് വേറെ കാര്യം. ഇപ്പം നന്നാക്കി ഇനി കട്ടൻ ഇട്ടതാണോന്നൊന്നും അറിയിട്ടില്ല. നമുക്കൊണ്ടിട്ടാ തന്നെ കൊച്ചുങ്ങൾക്ക് എന്താ ലേശേ ഒരു ഇപ്പം 8 മണിയാകുമ്പോൾ നമുക്ക് അവിടെ എല്ലാം സെറ്റാക്കുന്നുണ്ട്. 8 മണിയാകുമ്പോൾ നമുക്ക് തുടങ്ങാം. പോരെ? സംഭവം സെറ്റല്ലേ? സെറ്റാണ്. അതല്ലേ വീഡിയോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമ്പലത്തിന്റെ എല്ലാം നമ്മുടെ സിബിൽ ചേട്ടനാണ്. പ്രസിഡന്റായ നമ്മുടെ സിബിൽ ചേട്ടൻ. അതെ, നമ്മുടെ സ്വന്തം. അതന്നെ എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ യജ്ഞത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? 2 വാക്ക്. ഈ യജ്ഞത്തെ കുറിച്ച് മറ്റൊന്നുമല്ല പറയാനുള്ളത്. നമ്മളെ ശരിക്കും നമ്മുടെ കുലത്തിൽ ജനിച്ച ഗുരുദേവൻ നമുക്ക് ഹോമമന്ത്രം രചിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് വയനാടിൻ്റെ ശിവഗിരി എന്നറിയപ്പെടുന്ന കോളേജ് സംജാതമാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാതെ നല്ലൊരു 100-ാം വർഷമാണ് അതിൻ്റെ ആചരണമായിട്ടാണ് നടത്തുന്നത്. ഇത് കോളേജിനെ സംബന്ധിച്ചൊരു വലിയൊരു മുഹൂർത്തമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് പൂജാരിമാർ ചെയ്യുന്ന ഗണപതി ഹോമത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഗുരുദേവൻ പറയുന്നു അത് വേണ്ട, നിങ്ങൾക്ക് സ്വമേധയാ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മന്ത്രങ്ങൾ രചിച്ചു തന്നിരിക്കുന്നത് ഇവരെ കോളേജിൽ ഈ ശിവഗിരിയുടെ മണ്ണിൽ യാഥാർത്ഥ്യമാകുന്നു. ആദ്യമായിട്ട് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും നമ്മളെയൊക്കെ സംബന്ധിച്ചുള്ള വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇന്നുവരെ
ഗണപതി ഹോമം സ്വന്തം ചെയ്യാന്നുള്ള ഒരു അതെ, ഇതാണ്. അതാണ് വലിയൊരു സ്പെഷ്യാലിറ്റി അതാ. സ്വന്തം ചെയ്യാം നമുക്ക് അല്ലേ. മന്ത്രങ്ങളും ഉണ്ട്, നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാം അല്ലേ. അത് ഈ ഹോമം കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് കൊടുത്തു വിടുവാണ്. പിന്നെ ഇത് നമുക്ക് വീട്ടിലേക്ക് ഈ സംഭവം ഇതാണ് ഹോമം കൊണ്ടാണ് guys. അപ്പൊ ഇത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്കാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുവാണെങ്കിൽ അതിലും നല്ലതായിരിക്കും. ഇവിടെ വെച്ചാൽ നമുക്ക് ഇവിടെ ഇവിടുന്ന് ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ട് ഇതേപോലെ വീട്ടിൽ പിടിക്കണം. പിന്നെ നമുക്ക് അതിന് ഹോമ മന്ത്രം നമുക്ക് എഴുതി തരും. ഗുരുദേവന് അത് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് എഴുതി തന്നു. ഏത് മന്ത്രങ്ങളാണ് അത് ലോകത്തിലൊന്നും അതിനെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കുലത്തില് നമ്മളുടെ ശരിക്കും പറഞ്ഞ ഈശ്വരനാണ് നമ്മുടെ ഗുരുദേവൻ. ആ ഗുരുദേവൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ മന്ത്രം അല്ലെങ്കിൽ ഈ ഗണപതി ഹോമം നിങ്ങൾക്ക് സ്വമേധ ചെയ്യാൻ പറഞ്ഞിട്ട് മന്ത്രം രചിച്ചു തരികയാണ്. അത് നമ്മുടെ ഈ ശിവഗിരിയുടെ മണ്ണിൽ സാക്ഷാത്കരിക്കുകയാണ്. ആ ഒരു മുഹൂർത്തം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു എന്താ പറയാ, എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ശിവഗിരി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ 5000-ഓളം ആൾക്കാരെ പങ്കെടുത്തേ. ഇവിടെ നമുക്ക് 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെയും പങ്കെടുക്കുന്നത്. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. അടിപൊളി. അതെല്ലാവരും അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അത് തന്നെ. അപ്പം ഇപ്പൊ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് തന്നെ. നമുക്ക് വഴിയെ എല്ലാം നോക്കാം. ഗായ്സ്, അപ്പൊ എനിക്ക് സ്റ്റേജ് കാണുമ്പം വലിയൊരു ഓർമ്മയാണ് വരുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മ ഇവരൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് പറയാം. അപ്പൊ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നിലത്തെഴുത്ത് കളരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളേജ് അമ്പലത്തിന്റെ ഓഡിറ്റോറിയം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അവർ പറഞ്ഞ് കമ്മിറ്റി അംഗങ്ങളെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെറ്റർ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലെറ്റർ എഴുതി സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് ഇവര് ഓഡിറ്റോറിയം തരാതെ നമുക്ക് ഈ സ്റ്റേജ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സ്റ്റേജ് ഇങ്ങനെയൊന്നും അല്ലട്ടോ, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ട് കുറെ കട്ടകളും സിമെന്റും കൂട്ടങ്ങളൊക്കെ സൈഡിൽ കൂടി ഉണ്ടായിരുന്നു. ഈ പൊടിമണ്ണിൽ എടുത്തിട്ടാണ് ഞങ്ങൾ പിള്ളേർക്ക് കളരി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പേപ്പറിൽ സൈൻ ചെയ്ത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഓഡിറ്റോറിയം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കളരി എടുക്കാൻ വേണ്ടിയിട്ട്, 2 മാസത്തേക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അവിടെ സൈൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റേജ് ആയിരുന്നു. ഈ കാണുന്ന അവസ്ഥയല്ല നമ്മുടെ ഈ സ്റ്റേജിന്റെ. ഇത് ഇങ്ങനെ പരിപാടികൾ നടക്കുന്ന സമയത്ത് മാത്രമാണ് സ്റ്റേജ് ഇത്രയും മോടി പിടിപ്പിക്കാറുള്ളൂ. അപ്പൊ ഈ സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു മധുരകരമായ ഓർമ്മയുണ്ട്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പൊ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ ഞാൻ കളരി എടുക്കുന്ന വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല, ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്റ്റേജിന്റെ അവസ്ഥ എന്താന്നുള്ള കാര്യം. സ്റ്റേജിലിരുന്ന് പിള്ളേർക്ക് കളരി എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കംപ്ലൈന്റ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതേപോലെ ഇരുന്ന് പിള്ളേരൊക്കെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവരൊന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ നിലത്തേക്ക് വീഴും. അതേപോലെ പൊന്നുപോലെയാണ് ഞങ്ങൾ എല്ലാ മക്കളെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങൾ 2 മാസം ഇവിടെ കളരി എടുത്തിട്ട് ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അങ്ങനെ എന്റെ കൂടെ ഞാൻ വീടെടുത്തരാം. പക്ഷെ എന്താക്കണം, എന്റെ കൂടെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വരണം. പോകുന്നത് എങ്ങോട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ കിഞ്ചർ എടുക്കാൻ വേണ്ടി പോവാം. ഭജനമുണ്ട്. കിഞ്ചറൊന്നുമില്ല. അപ്പൊ എല്ലാരും വരുന്നുണ്ട് ഗായ്സ്, എല്ലാരും വരുന്നുണ്ട് ഗായ്സ്, എല്ലാരും വരുന്നുണ്ട്. വാ, ടീമാണ് വരുന്നത്, മോസ്റ്റ് ടീമാണ്. അപ്പം നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറണം. പിടിക്ക് കയറാൻ പറ്റില്ല. ഞാൻ പോയിട്ടില്ല. എന്താ എന്റെ ചിരി ഇഷ്ടമാണെന്നാണ് പറയുന്നത്, എനിക്കറിയാം. ഓക്കെ പിന്നാച്ചി പോകുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര റഷാണ്. അപ്പൊ നമുക്ക് മാറി നിൽക്കാം. ഇതായിട്ട് നമ്മുടെ എന്താ പറയാ പൈസ. അപ്പം ഞാൻ ഓർക്കുന്നത് അതിന് മോസ്റ്റായിട്ട് എന്തെങ്കിലും വെല്ലേ തിന്നാൻ വാങ്ങാം. പക്ഷെ വെല്ലൊന്നും തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല. കൈസ് നിങ്ങൾ കണ്ടോ ഈ പൂവ്? ഇത് മോസ്റ്റായിട്ടുള്ള കുഞ്ഞാച്ചിയുടെ ക്ലാസ്സിൽ കാണുന്നില്ല കൈസ്. ഇത് മോസ്റ്റായിട്ടുള്ളൊരു പൂവാണ്. നല്ല രസമല്ലേ കൈസ് ഈ പൂവ് കാണാൻ വേണ്ടിയിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കളരി വരുമ്പോൾ ഞാൻ കുറേ പൂവ് പറിച്ചിട്ടുണ്ട്. മോസ്റ്റാണ് കൈസ്. കുഞ്ഞാച്ചിനെ വെയിറ്റ് ചെയ്യാം. ക്യാമറമാൻ എങ്ങോട്ട് ഞങ്ങളിപ്പോ കിഞ്ചറ 3 എടുത്തിട്ടുണ്ട്. ചെരുപ്പിട്ടേ ക്യാമറ ഇതാക്കില്ല കേട്ടോ. ക്യാമറമാൻ ക്യാമറ സൂക്ഷിച്ചോ. നീ കുഴപ്പമില്ല, ക്യാമറ എടുക്കാൻ പറ്റില്ല. എടുത്തിട്ട് ഇട്ടിട്ട് ഇവിടെ ചെരുപ്പിട്ടുണ്ടോന്നോ? നമ്മളെ വിളിക്കുന്നുണ്ട് അവിടെ ഇരിക്കണം. അതാ ആണോ ഗായ്സ്? യജ്ഞത്തിന്റെ ഫോട്ടോസ് ഒന്നും കിട്ടില്ല. അപ്പൊ മറ്റേ മോസ്റ്റ് കിഞ്ചനെ കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിനി പോയിട്ട് എന്താണ് പ്രാർത്ഥനയിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് മോസ്റ്റ് ആയിട്ട് അവിടെ ബുക്കം പിടിച്ചൊരു അപ്പൊ എല്ലാവരും
രജിസ്ട്രേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അമ്പലത്തിലേക്ക് ആൾക്കാർ കൂടിക്കൂടി വരുന്നു. അത് തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ വിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്നും നമുക്ക് സ്ഥലം വിടണം. ലെറ്റ്സ് ഗോ ഗൈസ്. ഓ ഗൈസ്, നമ്മളിത് ഇവിടെ നിന്നിട്ടാണ് ഭജന പാടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. ചെരുപ്പ് കഴിക്കണ്ടേ? ചെരുപ്പ് ആ സൈഡിലായിരിക്കാം. അപ്പൊ നമുക്കിവിടെ കഴിച്ചിടാം കേട്ടോ. സോക്സ് ഇടാതെ പറ്റില്ല, കാരണം 1 വയസ്സാണ്. പോയിട്ട് ചിരിപ്പിട്ട് സത്യം അതും കഴിച്ചിരിക്കുമ്പോ എന്താ പറയുന്നല്ലേ? ഓ വലിയ തമാശ. ഓക്കെ, എന്തായാലും ചെളിയാണുള്ളല്ലേ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഐശ്വര്യമായിട്ട് ഇതാ പിടിച്ചോ, ഐശ്വര്യമായിട്ട് വലതുകാൽ വെച്ച് എടപ്പോടാ അമ്മ കേറിക്കോ. ക്യാമറ അനുഗ്രഹിച്ചു. അപ്പൊ അത് തന്നെ വന്നു ഇരുന്നു. ക്യാമറ എന്താ? അപ്പൊ നമ്മള് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മമ്മയാണ് ഇരിക്കുന്നത്. അമ്മേ, നമ്മളടുത്ത് ഞാനൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്നു കേട്ടോ. ഓടിപ്പോയി വാങ്ങിച്ചില്ല, ഞാനിത് എടുക്കാൻ പോയ സമയത്ത് കൊച്ചിന് വേസ്റ്റിട്ട് വരാന്ന് കോഴിക്കുഞ്ഞ് എന്ത് തോന്നി ഞാനേ. അടിപൊളി, ഗംഭീരായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പാടാം. 3 മൈക്കുണ്ട് ഗൈസ്. സ്റ്റാൻഡില്ലേ? സ്റ്റാൻഡ് തരാന്ന് പറഞ്ഞു. ഞങ്ങൾ 4 പേരും ഗൈസ്. അങ്ങനെ നമ്മള് ഭജൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതെ, നമുക്ക് 3 മൈക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെ, നമുക്ക് സ്റ്റാൻഡ് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ മോസ്റ്റ് ചെറുതല്ലേടാ. അപ്പൊ എല്ലാരും വരുന്നുണ്ട് നമ്മുടെ ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ പ്രാർത്ഥനയിലൂടെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ലെറ്റ്സ് ഗോ. നമുക്കപ്പം നമ്മുടെ ഭജന സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് പ്രാർത്ഥനയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. നിന്റെ അടുത്ത് ടവലുണ്ടായിരുന്ന തരോ? ഐശ്വര്യമായിട്ട് നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വിഘ്നേശ്വരനിലൂടെ നമ്മളിനി നമ്മുടെ ഭജന തുടങ്ങാൻ പോവാണ്. അപ്പൊ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ എഴുന്നേറ്റ് പോയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഫ്രണ്ടിൽ തന്നെ നോക്കൂ ഗൈസ്, കണ്ടില്ലേ? ഹോമം ചെയ്യാനുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് ടോക്കണൊക്കെ കൊടുത്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പാടാം അല്ലേ? വിഘ്നേശ്വരന്റെ പാട്ടിലൂടെ നമുക്ക് തുടങ്ങാവേ. ഓക്കെ, ഞാനും തന്നെ കാണുവാടാ.
നമ്മളങ്ങനെ വിഘ്നേശ്വരന്റെ പാട്ടോടെ നമ്മളിത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭജന. അപ്പൊ നമ്മളെല്ലാവരും മോസ്റ്റ് ആയിട്ട് ഇതേ നമ്മളെ കിഞ്ചറ കൊട്ടി അടിപൊളിയായിട്ട് പാടുവാണ്. നമ്മള് വിഘ്നേശ്വരന്റെ പാട്ടിലല്ലേ നമ്മള് എല്ലാ പാട്ടും തുടങ്ങുക. പാട്ട് മാത്രമല്ല, നമ്മൾ എന്തൊരു മംഗളകരമായ കാര്യം നമ്മള് വിഘ്നേശ്വരന്റെ നാമത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ. അപ്പൊ നമ്മളങ്ങനെ വിഘ്നേശ്വരന്റെ പാട്ട് പാടുകയാണ് ഗായ്സ്. അപ്പൊ നമ്മൾ അടുത്തായിട്ട് ദേവീന്റെ പാട്ടാണ് പാടിയത് കേട്ടോ. അപ്പൊ എല്ലാ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ദേവീന്റെ പാട്ട് പാടി അടിപൊളിയാക്കാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം രാജചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് രാജചേട്ടനും ഇത് വേണ്ടി പാടും കേട്ടോ. നമ്മളിത് നമ്മുടെ പാട്ട് പാടുകയാണ്. അപ്പോൾ ഒരു പാട്ട് പാടി നമ്മൾ ഫുള്ളാക്കണ്ടേ. അപ്പോൾ നമ്മുടെ പാട്ട് കേട്ടിട്ടാണ് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പാടുകയാണ്. അപ്പം നമുക്ക് 3 മൈക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം പാടി തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോഴേക്ക് ഉദ്ഘാടനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോമവും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്കെല്ലാം എന്ത് ചെയ്യാം, വഴിയെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം നമ്മുടെ പൂജ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാൻ ആഗ്രഹമില്ലേ. അപ്പം എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമാണ്. ഞാൻ ആദ്യമായിട്ടത് കാണുന്നതും. അപ്പം നമുക്ക് എല്ലാം നേരെ കണ്ടറിയാം. നമ്മുടെ സ്വന്തം രാജചേട്ടനാണ് കേട്ടോ പാടിയത്. നമ്മുടെ വിഘ്നേശ്വരന്റെ പാട്ടാണ് പാടിയത്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കിഞ്ചിലൊക്കെ കൊട്ടി നമ്മൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് കൊട്ടി നമ്മളെല്ലാവരും കൂടി നമ്മുടെ ഭജന അടിപൊളിയായിട്ട് കൂടെ പാടി കൊട്ടി അടിപൊളിയായിട്ട് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗായ്സ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ് ഇപ്പം ഇതോടുകൂടി നമ്മുടെ ഭജന ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ ഉദ്ഘാടനമാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത്.
ഗായ്സ്, അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അടുത്തതായിട്ട് ഇനി എല്ലാവരും പൂജ ചെയ്യാൻ പോകുന്ന കാര്യമാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം മഹായജ്ഞാണല്ലോ, അപ്പം എല്ലാവരുടെയും മുമ്പിൽ ഇതേ നമ്മൾ പൂജ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അവിടുന്ന് നമ്മുടെ ശാന്തി കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു തരും. അപ്പൊ അതേപോലെ ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഇവരത് കേട്ടിട്ട് അതേപോലെ ചെയ്യണം. അപ്പൊ അവരുടെ അടുത്ത് ആ പേപ്പറിൽ അതിനുള്ള മന്ത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും, അതേപോലെ കേട്ട് നമ്മൾ അതേപോലെ മന്ത്രം പറഞ്ഞ് അവർ പറയുന്ന പോലെ ചെയ്യണം കേട്ടോ. അപ്പം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോന്നായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മഹായജ്ഞത്തിന് പങ്കെടുക്കുന്നത് ഗൈസ്. അപ്പം അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അപ്പം നിങ്ങൾക്കും അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസിന് നമ്മൾ അഗ്നി പകരുന്നതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും വളരെ ശ്രദ്ധയോട് വേണം ഈ അഗ്നിയെ പ്രതിഷ്ഠിക്കാൻ. കാരണം ഇവിടെ വസ്ത്രം അവസരം ഇതെല്ലാം വളരെ ശ്രദ്ധയോട് കൂടിയാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്തു വളരെ ശ്രദ്ധ മുഴുവൻ ആകട്ടെ. നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു സാധാരണ ഹോമത്തിനല്ല. ഇന്ന് നമ്മൾ അർപ്പിക്കുന്നത് നമ്മുടെ കണ്ണീരും കഷ്ടപ്പാടും പ്രാർത്ഥനയും പ്രതീക്ഷയും ജീവിതത്തിന്റെ മുഴുവൻ ഭാരവും അഗ്നിയിൽ സമർപ്പിക്കുന്ന ഒരു നമ്മുടെ ഹൃദയത്തിനെ അഗ്നിയിൽ സമർപ്പിക്കുന്ന ഒരു മഹായജ്ഞമാണ്. ഈ ചിരാത് കത്തിച്ചതിന് ശേഷം ഹോമമണ്ഡലത്തിലേക്ക് ആ തമ്പി വെച്ച് ആ സമിപ്പകൾ ആ ഗ്ലാമറകൾ ഉൾപ്പെടെ കത്തണം. ഒരു സമയം എടുക്കും. അല്ലെങ്കിൽ ഇത് കത്തിക്കാൻ പോകുമ്പോൾ കുറെ സമയങ്ങൾക്ക് ഇതായിട്ട് എല്ലാവരും അഭൂതപുരുഷനാവുന്നുണ്ട്. അഗ്നി ജനിച്ചോട്ടെ, എങ്കിൽ മാത്രമേ ഇത് ഭൂമിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ്, അപ്പം നമ്മള് ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്ന കാഴ്ചയൊക്കെ കണ്ടു അല്ലേ. അപ്പൊ ഓരോ അമ്മമാരും ഓരോ ചേച്ചിമാരും ഒക്കെ ഇതേ ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്നുണ്ട്. ശ്രദ്ധിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പം ഈ ഒരു ഗണപതി ഹോമത്തിന് വരുന്നത് 400 രൂപയാണ് ഓരോരുത്തർക്കും ഫീസ് വരുന്നത്. അപ്പം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത് ചെയ്യുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഹോമകുണ്ടത്തോടെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഗണപതി ഹോമമൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും ദൈവം കേൾക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം എന്താ പറയാതെ നമ്മുടെ ഹോമകുണ്ടത്തിൽ എല്ലാവരും അഗ്നിയൊക്കെ പകർന്ന് സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ ഗായ്സ്, എല്ലാവരും കൂടെ ചേർന്നൊരു കൂട്ട പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗായ്സ്, ഇപ്പൊ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഭജനയൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പരിചയപ്പെട്ടത്. അപ്പൊ ഒരുപാട് സന്തോഷമായി. ഇപ്പൊ സാറ് നമ്മുടെ വീഡിയോയ്ക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോവാണ് കേട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് വിശന്നിട്ട് വേല രാവിലെ ഇച്ചിരി കഴിച്ചിട്ടാണ് ഇറങ്ങിയുള്ളത്. ഭയങ്കര ഹംഗിയാവുന്നുണ്ട്. അപ്പൊ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അവര് ഹോമം ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എല്ലാരും വെയിലൊക്കെ കണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഹോമം ചെയ്യുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. അവര് അങ്ങനെ കാര്യങ്ങളെല്ലാം വരട്ടെ. അതന്നെ, എല്ലാ മംഗളങ്ങളും അവർക്ക്. അപ്പൊ നമ്മളിനി നെക്സ്റ്റ് വീട്ടിലേക്ക് പോവാണ്. മോസ്റ്റ് ആയിട്ട് വെയിൽ വരുന്നുണ്ട്. തണുപ്പൊക്കെ പോയില്ലേ, തണുപ്പ് മതിയായിരുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൂപ്പർ കൂൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഗൈസ്. നല്ല സ്മെല്ല്, നല്ല സ്മെല്ല്. അഗ്നേതവയത്തേജസദ്ഭ്രാമം